എന്താണ് MongoDB? MongoDB എന്ന് പറഞ്ഞാൽ ഒരു NoSQL ഡേറ്റാബേസ് ആണ്. ഡോക്യുമെന്റ്സ് ആയിട്ടാണ് ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. അത് JSON ലൈക്ക് ഫോർമാറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ JSON അല്ല, BSON ആണ്, ബൈനറി JSON ആണ്. ഈ ഫോർമാറ്റിലേക്ക് അത് ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ MongoDB എന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ആണ്. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്കെയിലബിലിറ്റി, ഹൈ പെർഫോമൻസ്, ഈസി ടു യൂസ്. ഇതാണ് അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പൺ സോഴ്സ് ആണ്, നോൺ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അത് പവർഫുള്ളും ഫ്ലെക്സിബിളുമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആണ് ട്രഡീഷണൽ SQLന്റെ. അതേപോലെ ഡേറ്റ സ്റ്റോർ ചെയ്തേക്കുന്നത് കളക്ഷൻസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. നമ്മൾ SQL വരുമ്പോഴത്തേക്ക് SQLിൽ ടേബിൾസിലല്ല ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, ഇതിൽ കളക്ഷൻസിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ ഓരോ കളക്ഷൻ്റെ അകത്തും ഓരോ ഡേറ്റ എന്ന് പറയുന്നത് ഇതിനകത്ത് ഓരോരോ ഡോക്യുമെന്റുകളായിരിക്കും. നമ്മൾ SQLിൻ്റെ അകത്താണെങ്കിൽ എന്തായിരിക്കും, ഓരോ റോസ് ഓഫ് ഡേറ്റ ആയിരിക്കും അല്ലേ. പക്ഷെ ഇതിനകത്ത് ഓരോ റെക്കോർഡും ഓരോ ഡോക്യുമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഓരോ JSON ഡോക്യുമെന്റ്, BSON ഡോക്യുമെന്റ് ആയിട്ട് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പോൾ കീ വാല്യൂ പേഴ്സ് ആണ്. അങ്ങനെയാണ് അതിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മോൺഗോസ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ആണ് MongoDB ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് സ്കീമയും ഉണ്ടായിരിക്കും, മോഡൽ ഉണ്ടായിരിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അതായത് ഡേറ്റാബേസിലുള്ള ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു സ്കീമ എന്ന് പറഞ്ഞാൽ, എന്താണ് ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നോക്കാം. സ്കീമ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ട്രക്ചർ, അതായത് നമ്മുടെ ഈ ഡോക്യുമെന്റ് സ്ട്രക്ചർ എങ്ങനെ ഇരിക്കണമെന്ന് ഡിഫൈൻ ചെയ്യുന്നത് സ്കീമയ്ക്കകത്തായിരിക്കും. ഓക്കെ, മോഡലിന്റെ അകത്താണ് നമ്മൾ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതെന്ന് മോഡൽ യൂസ് ചെയ്യുന്നത്. സ്കീമയും മോഡലും വെച്ചിട്ടായിരിക്കും നമ്മൾ ഡേറ്റാബേസ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ക്രിയേറ്റ്, അപ്ഡേറ്റ്, റീഡ്, ഡിലീറ്റ്, അതായത് CRUD ഓപ്പറേഷൻസ് നടത്തുന്നതെല്ലാം സ്കീമയും മോഡലും വെച്ചിട്ടായിരിക്കും. അതിനായിട്ട് മോങ്കോസ് വെച്ചിട്ടാണ്, മോങ്കോസ് എന്ന് പറയുന്ന പാക്കേജ് വെച്ചിട്ടാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ ഡോക്യുമെന്റ് സ്ട്രക്ചറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കീമ യൂസ് ചെയ്യും. അതേപോലെ ഇതിനകത്ത് ഡേറ്റ ഇൻസർട്ട് ചെയ്യാനായിട്ടൊക്കെ മോഡൽ യൂസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഇതാണ് ബേസിക് ആയിട്ടുള്ള MongoDB കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. നമുക്ക് റിയൽ പ്രോജക്റ്റിലേക്ക് കടന്നാലും എങ്ങനെയാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്?